കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. എന്റെ മുത്തശ്ശി അറിയുന്നില്ല ഇവിടെ നടക്കുന്നൊന്നും. ബാല കളിച്ച ആൾക്കാരെ അടി വാങ്ങാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക മുത്തശ്ശിയുടെ മകനും മരുമക്കളും കൊച്ചുമക്കളും എല്ലാരും. അതേന്ന് മുത്തശ്ശി ഒന്ന് പറഞ്ഞിട്ടൊന്ന് പിന്തിരിപ്പിക്കവരെ. എന്താ അത് ശരി മുത്തശ്ശി ഒന്ന് പറ മുത്തശ്ശി. മുത്തശ്ശി പ്ലീസ്. ശരി ശരി ഓക്കെ. മുത്തശ്ശി എന്താ പറഞ്ഞു ചേച്ചി? ഒരു രക്ഷയില്ലടാ മുത്തശ്ശി അവരുടെ സൈഡാ. എന്ന് വെച്ചാ മുത്തശ്ശി പറയണത് അവര് ബാധ വിളിക്കാൻ പൊക്കോട്ടേന്ന്. മുത്തശ്ശി ആയിരുന്നൊരു പ്രതീക്ഷ അതും പോയി. എങ്ങനെയെങ്കിലും ഇവരെ പിന്തിരിപ്പിക്കണോടാ. ഇങ്ങനെ ബ്ലിങ്കസ് ആയിട്ട് ഇരിക്കാണ്ടോന്ന് ആലോചിക്ക്. എങ്ങനെയെങ്കിലൊക്കെ മുടക്കിയേ പറ്റൂ ശംഭു. മുടക്കി കഴിഞ്ഞാണ്ടല്ലോ ശിവമാമ നമുക്ക് സ്പെഷ്യലായിട്ട് ട്രീറ്റ് തരുമെന്ന് പറഞ്ഞു. അല്ല ശിവമാമ എന്തിനാണ് ഇത് മുടക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എടാ മണ്ട, ശിവമാമന്റെ വീട്ടിലിറങ്ങ പ്രശ്നമാവില്ലേ? നാണക്കേടല്ലേ അവർക്കും. എന്തായാലും 5 മണിയാകുമ്പോ വാൻ വരും, അവര് കയറി പോകും. അതിനു മുമ്പേ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ചേ പറ്റൂ. ഇരുന്ന് ആലോചിക്ക്. ചേച്ചി ഒരു ഐഡിയ ഉണ്ട്. എന്തുവാ? റിസ്ക് ആണ്. ഇവിടെ വെള്ളമില്ല, മോട്ടർ കേടാണ്. അവര് വണ്ടി കയറുന്ന നേരത്ത് ഞാൻ ഇവളും കൂടെ ഏതെങ്കിലും ബാത്റൂമിൽ കയറുന്നത് അയ്യോ ഇവിടെ വെള്ളമില്ലേ എന്ന് പറഞ്ഞ കൂവാ. അപ്പൊ അവര് തിരിച്ചു കയറി വന്ന് വെള്ളം എടുത്ത് തന്ന് മോട്ടർ ശരിയാക്കി അങ്ങനെ സമയം പോകും. അപ്പൊ അവർക്ക് അത് മുടങ്ങും. എടാ ശംഭു, നീ എന്റെ അനിയൻ തന്നെയാണെന്ന് തെളിയിച്ചടാ. എന്തൊക്കെയായാലും ഐഡിയ പറഞ്ഞു തന്നതിന് മാമന്റെ അടുത്ത് എനിക്ക് സ്പെഷ്യൽ ട്രീറ്റ് ആണെന്ന് പറയണം. പറ്റൂല ചേച്ചി ഇവിടെ വായിൽ കുറച്ച് കല്ല് കയറ്റിട്ടാണ്. ആഹാ അമ്മ റെഡിയായ? എങ്ങനെയുണ്ടാ? അടിപൊളിയായിട്ടില്ലേ? വലിയ രസമൊന്നുമില്ല. ഇത് ഇവിടുന്ന് കിട്ടിയമ്മ ചുറ്റപ്പം മണ്ണുണ്ടാക്കിയ കോലങ്ങനെ കൊണ്ട്. ഓളാ അവിടുന്ന്. ചുമ്മാ അല്ല നിനക്ക് വേഷം ഇല്ലാത്തത് ബാലയ്ക്കകത്ത്. നീ പോയിട്ട് അച്ഛനെ വിളിച്ചോണ്ടേ ചിലപ്പോ. നീ പറഞ്ഞ കേട്ടില്ലടാ. പോയി അച്ഛനെ വിളിച്ചോളാ. വിളിക്കാം. അച്ഛാതാ അമ്മ വിളിക്കുന്നു. അച്ഛാ. വെയിറ്റിംഗ് ഫോർ യുവർ അമേസിംഗ് പെർഫോമൻസ് ആസ് ഋഷ്യശൃംഗൻ. കാണാൻ ഞാനും ഉണ്ടാകും. ബ്രേക്ക് എ ലെഗ്. നിങ്ങളുടെ കാലൊടിക്കുന്ന മിക്കവാറും ഞാനായിരിക്കും. ഭവതി നമ്മെ നനച്ചു എന്നറിഞ്ഞു. നമ്മുടെ വിക്രിയകൾ ഭവതിയുടെ മനസ്സിൽ കൂടി കടന്നുപോയോ? അയ്യോ കടന്നു പോയോന്ന്. നിങ്ങൾ ആരെങ്കിലും ബാല കാണാൻ വിളിച്ചിട്ടുണ്ടോ? നമ്മുടെ ബാലയാണ്. ആരും വിളിച്ചിട്ടില്ല. ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്ലിനിക്കിൽ നിന്ന് മൃഗപാലൻ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? വേറെ ആരും വിളിച്ചില്ല. വേറെ ആരും വിളിച്ചിട്ടില്ല. ഇല്ല. എന്തായാലും കണ്ണകി ഋഷ്യശൃംഗന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ യുവർ അമേസിംഗ് പെർഫോമൻസ്. കണ്ണകി ചിലപ്പോ വരുമെന്ന് പറഞ്ഞിരുന്നു. ആണോ? വിളിക്കാതെ അല്ലേ? ചുമ്മാതല്ല. രാവും പല ഉറക്കളിച്ചാൽ നിങ്ങൾ ഇവിടെ നിന്ന് ബാല പഠിച്ചോണ്ടിരുന്നേ. നീ ചുമ്മാ ഇരുന്നാണ്. ഇത് നമ്മുടെ ബാലയല്ലേ? നമ്മുടെ ബാലയാണല്ലോ. ആ വിചാരം ഉണ്ടായാൽ മതി കേട്ടോ. നമുക്ക് ഈ കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കാം. വരൂ നമുക്ക് റിഹേഴ്സൽ ചെയ്യാം. എനിക്കറിയാൻ പാലോട് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണകി അങ്ങ് വൈശാലി ഒക്കെ പറയാം. എന്നെ എന്തിനാ കോലം കെട്ടിച്ചേ? നീ വൈശാലിയായിട്ട് വേഷം കിട്ടിയാലേ രസമുള്ളൂ. എന്നെ വെറുതെ രസത്തിന് കൂടെ കൊണ്ടു നടക്കുന്നല്ലേ? നീ അങ്ങനെ പറയല്ല. നീ വെറുതെ വഴക്കടിക്കാതെ. പോവാം. ഞാൻ അങ്ങ് വരുന്നില്ല. വെച്ചോ മര്യാദക്ക് പോണവിടെ. വരുന്നില്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞു കേട്ടോ. ഈ ബാല കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കയറിയിട്ട് ശരിക്കുള്ള ബാല എന്നാന്ന് ഞാൻ കാണിച്ചു തരാം. ഋഷ്യശൃംഗൻ. ആരു നീ ഭദ്രേ താപസ കന്യേ ആശ്രമമേതെന്നു ചൊല്ലു, നീ ആശിപ്പതെന്തെന്നു ചൊല്ലു. എല്ലാം ഞാനിപ്പോ ചൊല്ലും. കണ്ണകിക്ക് ഞാൻ മറുപടി കൊടുക്കാം. കാലൊടിഞ്ഞത് കൊണ്ട് ബാലെ മുടങ്ങി വരണ്ട എന്ന് ഉത്തമൻ. അങ്ങനെ എഴുതണ്ട. അങ്ങനെ തന്നെ എഴുതും. അങ്ങനെ പറയരുതേ. ഇതിന് ഞാൻ റിപ്ലൈ കൊടുത്തോളാം.